അതെ, മക്കളെ രണ്ടുപേരെയും ഉറക്കി കിടത്തിയിട്ട് ചുമ്മാ അതൊരു നൈറ്റ് ഡ്രൈവ് പിടിച്ചതാണ്. പക്ഷെ ചെന്നുപെട്ടതോ നമ്മുടെ മേരികരി പള്ളിയിൽ. അവിടെ പള്ളിപ്പെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള ഗാനമേള നടക്കുമായിരുന്നേ. സംഗതി അടിപൊളി. നാട്ടുകാരൊക്കെ എന്നാ വൈബാ, ഭയങ്കര എനർജി ആയിരുന്നു എല്ലാവർക്കും. പിന്നെ ഉണ്ടല്ലോ, കുറേ കാലം കൂടി നമ്മുടെ ഒരു സുഹൃത്തിനെ അവിടെ വെച്ച് കണ്ടു കേട്ടോ. ഒരുപാട് നാൾ കൂടി കാണുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡായി. സത്യം പറഞ്ഞാൽ ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും ഗാനമേളയുടെ ക്ലൈമാക്സ് ആയിരുന്നു. അതുകൊണ്ട് മര്യാദയ്ക്ക് പാട്ടുകളൊന്നും കേൾക്കാൻ പറ്റിയില്ല. ആകെ 1-2 പാട്ടാണ് കേട്ടത്. പിന്നെ എന്തായാലും വന്നതല്ലേ എന്ന് കരുതി അവിടെ ചുറ്റുപാടുമൊക്കെ ഒന്ന് നടന്നു. അല്ലെങ്കിലും ഈ പള്ളിപ്പെരുന്നാളിന് പള്ളി ഗ്രൗണ്ടിൽ കൂടെ നടപ്പും കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങിക്കുന്നത് വല്ലാത്തൊരു ഫീലല്ലേ. വെള്ളിയാഴ്ചത്തെ പരിപാടി ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ശനിയാഴ്ച മക്കളെയും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ ഒന്നും കൂടെ മേരിഗിരിക്ക് പോയി. ആ പോക്ക് ഒട്ടും വെറുതെ ആയില്ല കേട്ടോ, അടിപൊളിയായിരുന്നേ. പ്രത്യേകിച്ച് പ്രദക്ഷിണം, ലൈറ്റും അലങ്കാരങ്ങളും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. മക്കൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി. ഏത് പള്ളിപ്പെരുന്നാളിന് പോയാലും ഈ വെടിക്കെട്ടെന്ന് പറയുന്ന സംഭവം മിസ്സാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അതും കൂടി. സ്വന്തം ഇടവകയിൽ മാത്രമല്ല, ഇങ്ങനെ അടുത്തുള്ള ഇടവകകളിലും പോയിട്ട് പെരുന്നാളൊക്കെ കൂടി അടിച്ചു പൊളിച്ച് നടക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ ചുമ്മാ ഒരു ചുമന്ന ഹൃദയം കമൻറ്റ് ചെയ്യണേ. എന്താണെന്നറിയില്ല, എനിക്കെന്തായാലും ഈ പള്ളിപ്പെരുന്നാളെന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ മേരിഗിരിയോട് യാത്ര പറഞ്ഞു. അപ്പം ടാറ്റാ.